പുറത്തൊരുപാട് കഥകൾ കേൾക്കുന്നുണ്ട്. ആ കഥകളിൽ പലതും പതിരായിരിക്കും, പക്ഷേ ചിലതെങ്കിലും സത്യമുണ്ടാവും. അർത്ഥസത്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് വിളമ്പില്ല. സത്യങ്ങൾ മാത്രമേ നമ്മൾ പറയാൻ തീരുമാനിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അനാവശ്യമായ ആരോപണങ്ങളും നമ്മളുടെ ഇതിനിടയിൽ ഒരുപാട് ഉയരുന്നുണ്ട് എന്നത് ഞാൻ ഒരിക്കൽ കൂടി പ്രേക്ഷകരോട് പറയാം. അതിൽ 1-2 പ്രതികരണങ്ങൾ ഇന്നലെ നമ്മൾ കേട്ടു. ചില ആളുകൾ നമ്മളോട് തന്നെ നേരിട്ട് സ്റ്റുഡിയോയിൽ വന്ന് ചിലത് വെളിപ്പെടുത്താനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, നിങ്ങൾ എവിടെയാണ് ജോലി എന്ന് ചോദിക്കുമ്പോൾ സിനിമാ മേഖലയുമായി ഒരു ബന്ധവുമില്ല, പകരം ഒരു നടനെതിരെ ഒരു ആരോപണം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. പിന്നീട് അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് മറ്റു ചില താല്പര്യങ്ങൾ ഇവർക്കുണ്ട് എന്നുള്ളത്. അവർ ആ സ്ഥലം വഴിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരുപാട് സാധ്യതകളും നമ്മുടെ മുന്നിലുണ്ട്. അതെല്ലാം നോക്കിക്കണ്ടറിഞ്ഞു വേണം നമുക്ക് വാർത്തകൾ നൽകാൻ. ആരോപണങ്ങൾ ഏറിയുമ്പോഴൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലരും ആരോപണം ഉന്നയിച്ചതിന് ശേഷം നമ്മൾ അവരുടെ പ്രൊഫൈലിലേക്ക് തപ്പിപ്പോകുമ്പോൾ താൻ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് അവർക്കൊപ്പം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് മുമ്പ് നിന്ന് സെൽഫി എടുത്ത് ഇട്ടേക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വരുന്നു. പക്ഷേ അതൊന്നും ഈ പറയുന്ന പീഡന പരാതിയെ റദ്ദാക്കുന്ന കാര്യങ്ങളല്ല. പക്ഷേ അതിൽ ഉറച്ചു നിൽക്കുകയും കേസന്വേഷണവുമായി മുന്നോട്ട് പോവുകയും വേണം എന്നുള്ളതാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളതും.